ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ലാസ്റ്റ് സ്റ്റേജ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം മിസ്റ്റർ ദിലീപ് ആണ് നമ്മുടെ SSC. മിസ്റ്റർ ദിലീപ് ഓൺസ് എ ബിഗ് ഹൗസ്, ദി കൺസ്ട്രക്ഷൻ ഓഫ് വിച്ച് വാസ് കംപ്ലീറ്റഡ് ഇൻ മെയ് 2016. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ വീടുണ്ട്, അതിൻ്റെ വീട് പണി കഴിയുന്നത് 2016. അപ്പോൾ ഇതിൽ ഈ സെൽഫ് ഒക്യുപ്പേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് 2016 എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. 99 ശേഷമാണ് എങ്കിൽ നമുക്കത് 2 lakh rupees വരെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിന് ഡിഡക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഈ കൺസ്ട്രക്ഷൻ കഴിയുന്ന ഡേറ്റൊക്കെ നമ്മൾ നോക്കുന്നത്. Then 50% of the floor area is let out for residential purpose on a monthly rent of rupees 3,200. അപ്പോൾ ഈ വീടിൻ്റെ പകുതി ഭാഗം എന്താ ചെയ്തിരിക്കുന്നത്? ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. വാടകക്കാർ അവിടെ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി താമസിക്കുകയാണ്. അതിൻ്റെ വാടക, ഒരു മാസത്തെ വാടക എന്ന് പറയുന്നത് 3,200 രൂപയാണ്. Then, however, this property remains vacant for 1 month during 2020-21. ഈ 3,200 രൂപ മാസവാടകയ്ക്ക് കൊടുത്ത് ഈ വീട് ഒരു മാസം അവിടെ വാടകക്കാരില്ലാതെ വേക്കൻ്റായി കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് നോക്കുന്ന സമയത്ത് 3,200 × 11 നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ കേട്ടോ. Then 25% of the floor area is used by the owner for the purpose of his profession. ഇനി ബാക്കിയുള്ള പകുതി ഉണ്ടല്ലോ, അതിൻ്റെ പകുതി, അതായത് 25%. ഭാഗം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ വാല്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ PGBPയിലാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. While remaining 25% of the floor area is used for the owner for his own purpose of his residence. ബാക്കി വരുന്ന ഭാഗം എന്താ ചെയ്യുന്നത്? അദ്ദേഹം സെൽഫ് ഓക്യുപ്പൈഡ് ആണ് എന്നാണ് പറയുന്നത്. അതർ പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഹൗസ് ആർ ആസ് ഫോളോസ്. മുനിസിപ്പൽ വാല്യൂഷൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെൻറ്റ്, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്, ഡയറക്റ്റ് എമൗണ്ട് തന്നിരിക്കുകയാണ്. റിപ്പയേഴ്സ് അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. റിപ്പയേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ആനുവൽ വാല്യൂവിൻ്റെ മുകളിൽ നമുക്ക് തരുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ് ഫോർ റിപ്പയേഴ്സ് 28,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിരിക്കുകയാണ് 28,000 രൂപ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ദിലീപിൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 കേസുകൾ വരുന്നുണ്ട്. വീടിന് പകുതി ഭാഗം ലെറ്റ് ഔട്ട്, ഭാഗം പ്രൊഫഷണൽ യൂസിന് വേണ്ടിയിട്ട്, ബാക്കി ഭാഗം സെൽഫ് ഓക്യുപ്പൈഡ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ 3 ഹെഡുകളിലായിട്ട് തന്നെ 3 സബ് ഹെഡിങ് കൊടുത്തിട്ട് തന്നെ നമ്മൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുക. ആദ്യം നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 21-22 ഹെഡിങ് എഴുതി വെച്ചു. ഇനി ഇതിൽ ആദ്യം നമുക്ക് വേണ്ടാത്ത കാര്യം ഏതാണ്? ഇൻകം ഫ്രം പ്രൊഫഷണലിൽ വരേണ്ട കാര്യമൊന്നും തന്നെ നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ 1/4 പോർഷൻ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ പ്രൊഫഷൻ. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് എമൗണ്ട് കോളത്തിൽ നമുക്ക് ഒന്നും എഴുതാനില്ല. കാരണം എന്താണ്, അത് നമ്മൾ ഇവിടെയല്ല നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ സെൽഫ് റെസിഡൻസ്, സെൽഫ് ഓക്യുപ്പൈഡ് പോർഷനെയാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. 1/4 പോർഷൻ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി യൂസ് ഫോർ സെൽഫ് റെസിഡൻസ്. സെൽഫ് ഓക്യുപ്പൈഡ് ആണല്ലോ. അപ്പോൾ നമുക്കറിയാം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ മുകളിൽ ആനുവൽ വാല്യൂഷൻ എപ്പോഴും നില്ലായിരിക്കും. പക്ഷേ നമുക്ക് ഒരു ഡിഡക്ഷൻ അലൗഡ് ആണ്. ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ഡിഡക്ഷൻ അലൗഡ് ആണ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് വേണ്ടിയിട്ട് 28,000 രൂപ എമൗണ്ട് ഉണ്ട്. പക്ഷേ അതിൻ്റെ 1/4 മാത്രമേ നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 1/4 മാത്രമേ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റുള്ളൂ? നമുക്ക് ഡിഡക്ഷനായിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ 28,000 × 1/4 that is 7,000 rupees. So the income from self-occupied property എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോസ് ആണ് വരുന്നത് 7,000 രൂപ. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ നമുക്ക് നോക്കണം. ഇവിടെ ഹാഫ് പോർഷനാണ് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പോലെ നമുക്ക് വേക്കൻസി ഉള്ളതായതുകൊണ്ട് നമുക്കറിയാം ആക്ച്വൽ റെൻ്റ് ആണ് എന്ത് വരിക, ഗ്രോസ് ആനുവൽ വാല്യൂ വരിക എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു essay ക്വസ്റ്റനൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം മുതൽ തന്നെ നമ്മളത് എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ മുനിസിപ്പൽ റെൻ്റ് എഴുതി എത്രയാണ്, ഇവിടെ കാൽക്കുലേഷൻസ് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഹാഫ് പോർഷനാണ് ലെറ്റ് ഔട്ട് ഉള്ളത്. അപ്പോൾ മുനിസിപ്പൽ റെൻ്റ് എത്രയാണോ അതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 75,000 ആണ് മുനിസിപ്പൽ റെൻ്റ്. അപ്പോൾ അതിൻ്റെ പകുതി 37,500 നമ്മൾ എഴുതി. ദെൻ സ്റ്റാൻഡേർഡ് റെൻറ്റും ഈ പറഞ്ഞ പോലത്തെ 90,000 രൂപയുണ്ട്, അതിൻ്റെ പകുതി 45,000 നമ്മൾ എഴുതി. ഇനി അത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് കണ്ടുപിടിച്ചു 37,500 രൂപ അല്ലേ. അതായത് ലോവസ്റ്റ് എമൗണ്ട് ആണല്ലോ എക്സ്പെക്റ്റഡ് റെൻറ്റ് കിട്ടുക. ഇനി നെക്സ്റ്റ് ആക്ച്വൽ റെൻറ്റ് റിസീവ് ചെയ്യുന്നത് 3,200 രൂപ ഒരു മാസം. അങ്ങനെ 11 മാസമേ ഉള്ളൂ, കാരണം ഒരു മാസം വീട് വേക്കൻ്റ് ആണ്. അപ്പോൾ 35,200 രൂപ. ദെൻ we will be comparing these two amounts, that is this 37,500 and 35,200, and we will be arriving the gross annual value, the lowest amount, that is ഹിയർ ആക്ച്വൽ റെൻറ്റ് ഈസ് ദ ലോവസ്റ്റ് എമൗണ്ട്. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് ഈ ആക്ച്വൽ റെൻറ്റ് ചെറിയ എമൗണ്ട് ആവാനുള്ള കാരണം? വേക്കൻസി കാരണം കൊണ്ടാണ് ആക്ച്വൽ റെൻറ്റ് ചെറിയ എമൗണ്ട് ആവാൻ കാരണം. അപ്പോൾ ആക്ച്വൽ നമ്മൾ വേക്കൻസി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വലിയ എമൗണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. വലിയ എമൗണ്ട് ആണോ ചെറിയ എമൗണ്ട് ആണോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആക്ച്വൽ റെൻറ്റിനെ തന്നെ നമ്മൾ എന്തായിട്ട് എഴുതുക ചെയ്യുക? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ 35,200 രൂപ നമ്മൾ എടുത്ത് എഴുതി.
ഇനി അതിൽ നിന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഈ മുനിസിപ്പൽ ടാക്സും ഈ പറഞ്ഞ പോലെ തന്നെ 12,000-ൻ്റെ പകുതിയാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 6,000 രൂപ നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. ഇനി ഇവിടെ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആനുവൽ വാല്യൂയിലേക്ക് പോയി. അതായത് 35,200-ൽ നിന്ന് 6,000 മൈനസ് ചെയ്തിട്ട് നമുക്ക് 29,200 നമുക്ക് ആനുവൽ വാല്യൂഷൻ കിട്ടി. ഇനി ആനുവൽ വാല്യൂഷനിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%, അതായത് 29,200-ൻ്റെ 30%, ദാറ്റ് ഈസ് 8,760 നമ്മൾ മൈനസ് ചെയ്യണം. അതേമാതിരി തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്താണ്, പകുതിയല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതായത് 28,000-ൻ്റെ ഹാഫ് 14,000. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 14,000-ഉം 8,760 കൂടി കൂട്ടുക. എന്നിട്ട് ആ എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് കുറയ്ക്കുന്നു, 29,200 രൂപയിൽ നിന്ന് കുറയ്ക്കുന്നു. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ദ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് ആസ് 6,440. അപ്പോൾ നമുക്കിവിടെ സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ ഇൻകവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഇൻകവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഇൻകംസിനും കൂടി നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്, ഒന്ന് ഇൻകവും മറ്റത് ലോസും ആണ്. സെൽഫ് ഓക്യുപ്പൈഡിൽ ലോസ് അല്ലേ. അപ്പോൾ ഈ വരുമാനത്തിനെ നമുക്ക് ഏതിലേക്ക് സെറ്റ് ഓഫ് ചെയ്യും, നമ്മൾ ഈ ലോസിലേക്ക് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ടിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു, ലോസ് ആണ് അവിടെ വരുന്നത്. കാരണം എന്താണ്, സെൽഫ് ഓക്യുപ്പൈഡിലെ ലോസ് ആണല്ലോ നമുക്ക് എമൗണ്ട് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര രൂപ, 560 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇനി ഹോംവർക്കുകൾ ഇട്ടുതരാം, അപ്പോൾ കൂടുതൽ ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ്, Mr. X is the owner of 2 houses which he uses for residential purposes. He submits the following information respect of these houses for the previous year 2021-22. ഇവിടെ മിസ്റ്റർ എക്സിന് 2 വീടുണ്ട്, ഹൗസ് 1ഉം ഹൗസ് 2ഉം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. മുനിസിപ്പൽ വാല്യൂഷൻ തന്നിട്ടുണ്ട്, ഫെയർ റെൻറ്റ് തന്നിട്ടുണ്ട്, മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുന്നത് തരുന്നുണ്ട്, ഫയർ ഇൻഷുറൻസ് പ്രീമിയം. അതൊരു ഐറ്റം നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ഫോർമാറ്റിൽ ഇല്ലാത്ത ഐറ്റമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നേരത്തെ കണക്കിൽ റിപ്പയേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് 30% നമുക്ക് ഡിഡക്ഷൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ എടുക്കണ്ട. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് ടേക്കൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ഹൗസ്, എത്രയാണ് 60,000-ഉം 3 lakhും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസാണിത് അല്ലേ, 2 ഹൗസും അദ്ദേഹം റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് ആണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഡിഡക്ഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് 60,000 നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അതേ സമയത്ത് നമ്മുടെ 3 lakh നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് എത്ര എഴുതാൻ പറ്റുള്ളൂ, നമുക്ക് ആകെ 3 ലക്ഷം രൂപ വരെയാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് ഇൻകംസ് തന്നിരിക്കുകയാണ് 2,50,000. അത് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി അപ്പോൾ നോക്കി നോക്കൂ, നമ്മൾ ഈ പ്രോബ്ലത്തിൽ 2 വീടുകളും സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ 2 വീടിനും ആനുവൽ വാല്യൂഷൻ ഇല്ലായിരിക്കും അല്ലേ. അപ്പോൾ ഹൗസ് 1-ന് ആനുവൽ വാല്യൂഷൻ ഇല്ല എഴുതി, ഹൗസ് 2-നും ആനുവൽ വാല്യൂഷൻ ഇല്ല എഴുതി. പക്ഷേ നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര, മൊത്തം ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര വന്നിട്ടുണ്ട്, 60,000-ഉം 3 lakhും ഉണ്ട്. അതായത് 3,60,000 രൂപ ഉണ്ട്. പക്ഷേ ഈ 3,60,000 രൂപയിൽ നമുക്ക് ഡിഡക്ഷൻ അലൗ ചെയ്യുന്നത് എത്ര മാത്രമേ വരുന്നുള്ളൂ, നമുക്ക് 2 ലക്ഷം രൂപ വരെ മാത്രമേ നമുക്ക് 2 വീടിനും കൂടിയിട്ട് നമുക്ക് ഡിഡക്ഷൻ എഴുതാൻ നമുക്ക് പാടുള്ളൂ. ശ്രദ്ധിക്കുക, 2 വീടിനും കൂടി കൂടിയിട്ടാണ് നമുക്ക് 2 ലക്ഷം രൂപ മാക്സിമം എഴുതാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 3,60,000 എഴുതാൻ പറ്റില്ല, അതിന് വരെ നമ്മൾ 2 ലക്ഷമാണ് നമ്മൾ ഡിഡക്ഷൻ എഴുതേണ്ടായിരിക്കുക. അതുകൊണ്ട് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2 lakh. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ് കേട്ടോ. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളിതിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളതാണ് ഇതിൽ സ്പെസിഫിക് ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, Mr. M is a resident of Delhi, owns 2 houses, particulars of which are as follows. ഹൗസ് 1 ഉണ്ട്, ഹൗസ് 2 ഉണ്ട്, 2 വീടുകളുണ്ട്. ഇതിൽ സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടുണ്ട്, മുനിസിപ്പൽ വാല്യൂഷൻ തന്നിട്ടുണ്ട്, ഫെയർ റെൻറ്റ് തന്നിട്ടുണ്ട്. ദെൻ ഡി ഫാക്ടോ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ റെൻ്റ് ആണ് കേട്ടോ. ഞാനത് മുന്നേ ഒരു പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡി ഫാക്ടോ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ റെൻ്റ് ആണ്. ദെൻ മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ എമൗണ്ട് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഫയർ ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതാണ്. ദെൻ വാട്ടർ ബെനിഫിറ്റ് ടാക്സ്, അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് ടേക്കൺ ടു കൺസ്ട്രക്ട് ദി ഹൗസ്, അത് നമുക്ക് എടുക്കാമല്ലോ, നമുക്ക് ഡിഡക്ഷൻ എഴുതാൻ പറ്റുന്നതാണ്. ദെൻ റെൻറ്റ് ഓഫ് ലീസ്, അതൊന്നും തന്നെ നമുക്ക് വേണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് അതിനൊക്കെ പാട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്കുള്ളത്. ഇനി ഈ അസറ്റ് എന്തിനു വേണ്ടിയിട്ട്, ഈ ഹൗസുകൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഹൗസ് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, രണ്ടാമത്തെ ഹൗസ് എന്ത് ചെയ്യുന്നു, ലെറ്റ് ഔട്ട് ആണ്. റെൻറ്റഡ് ഫോർ റെസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഔട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ടാമത്തെ വീട് ലെറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിനെ ഫസ്റ്റ് വീടിനെ നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ വാല്യൂ ചെയ്യണം, രണ്ടാമത്തെ വീടിനെ നമ്മൾ ലെറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ വാല്യൂ ചെയ്യണം. എന്നിട്ട് ആ 2 എമൗണ്ടും കൂടി കൂട്ടിയിട്ട് മൊത്തം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ് മിസ്റ്റർ എമ്മിനുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഇതിൽ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുകയാണ്. ascertain the taxable income of Mr. M for the assessment year 2021-22 from the head house property. Then the house 1 is constructed in February 2021.
ഹൗസ് 1 എപ്പോഴാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് 2021 അത് ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ഡിഡക്ഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ടാട്ടോ. 2021 എങ്കിൽ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിന് നമുക്ക് എത്ര 2 ലക്ഷം രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ എഴുതാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആകെ 45,000 ഉള്ളൂ. അപ്പോൾ അത് മൊത്തമായിട്ട് നമുക്ക് ഡിഡക്ഷൻ എഴുതാം. വെറാസ് ഹൗസ് 2 in 2011 ഹൗസ് 2നെ സംബന്ധിച്ചിടത്തോളം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ്. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ലോണിന് യാതൊരു ലിമിറ്റും നമ്മൾ പറയില്ല. എത്ര രൂപ, അതിപ്പോൾ 15 ലക്ഷം രൂപ വന്നാലും കുഴപ്പമില്ല, 50 ലക്ഷം രൂപ വന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ, പ്രീവിയസ് ഇയറിൽ ഉണ്ടെങ്കിൽ അത് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. ആകെ കൂടി നമുക്ക് ലിമിറ്റ് പറയുന്നത് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് ഓൺ ലോണിൽ നമുക്ക് ലിമിറ്റ് പറയാറുള്ളത്. ഇനി പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. അപ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക? ആനുവൽ വാല്യുവേഷൻ ആണല്ലോ. ആനുവൽ വാല്യുവേഷൻ വിൽ ബി നിൽ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും എന്ത് തന്നെയായിരിക്കും? നില്ല് തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് ആകെ എഴുതാൻ പറ്റുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ഡിഡക്ഷനാണ് 45,000 രൂപ. അപ്പോൾ നമുക്ക് ഈ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ലോസ് ആണല്ലോ, 45,000 റുപ്പീസ് നെഗറ്റീവ് അല്ലേ, നമുക്ക് ലോസ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി കൂടി വരുമ്പോൾ എന്ത് വരും? ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മൾ മുനിസിപ്പൽ വാല്യുവേഷൻ 90,000 എഴുതി, ഫെയർ റെൻറ്റ് 1,20,000 എഴുതി, ഇതിൽ വലിയ എമൗണ്ട് എടുത്ത് എഴുതി 1,20,000. ദെൻ വി വിൽ ബി റൈറ്റിംഗ് ദ സ്റ്റാൻഡേർഡ് റെൻറ്റ് 72,000 ആൻഡ് വി വിൽ ബി അറൈവിംഗ് ദ expected rent which is the lowest amount. So 72,000. Then we will be writing the actual rent 90,000. Then we will be writing the highest amount as gross annual value, that is 90,000. Then from this 90,000, that is from this gross annual value, we will be deducting the municipal tax paid, that is 14,500. അത് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ അവിടെ എത്രയാണ് മുനിസിപ്പൽ ടാക്സ് തന്നത് നോക്കുക, 14,500 രൂപയാണ്. അപ്പോൾ ഈ 90,000 രൂപയിൽ നിന്ന് നമ്മൾ 14,500 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറൈവ് ചെയ്യുന്നത് ആനുവൽ വാല്യൂ ആണ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ, ദാറ്റ് ഈസ് 75,500. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതായത് 75,500ൻ്റെ 30% എന്ന് പറയുമ്പോൾ 22,650 രൂപ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്? 11,500. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ 22,650 11,500 കൂടി കൂട്ടിയിട്ട് നമ്മൾ 75,500ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് എത്ര കിട്ടും? 41,350 കിട്ടി. അപ്പോൾ നമ്മൾ രണ്ട് വീടുകളുടെയും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്തു. സെൽഫ് ഓക്യുപ്പൈഡിൽ ലോസ് ആണ്, അതേസമയത്ത് ലെറ്റ് ഔട്ടിൽ നമുക്ക് എന്താണ്? ഇൻകം ആണ്. അപ്പോൾ നോക്കി നോക്കുമ്പോൾ ലോസ് ആണ് കൂടുതൽ അല്ലേ. അപ്പോൾ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് ഉണ്ടാവുക. അതായത് 3,650 രൂപ നമുക്ക് ലോസ് ആണ് നമ്മുടെ മിസ്റ്റർ എമ്മിൻ്റെ കാൽക്കുലേഷനിൽ വരിക. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് വർക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് അടുത്ത ദിവസം നോക്കാം. താങ്ക് യു.